UDF പോലീസിനെതിരെ ബോംബെറിഞ്ഞു. ഒരു DYFI നേതാവിന്റെ പത്രസമ്മേളനം. ലെവനൊക്കെ സിനിമക്ക് തിരക്കഥ എഴുതാൻ പോയാൽ വലിയ ഹിറ്റായി മാറും. ഇത്രയും ഭാവനയിൽ നിന്ന് തിരക്കഥ ഉണ്ടാക്കിയിട്ട് അത് കേരളത്തിലെ പോലീസിന് FIR-മായി മാറുന്നു എന്നുള്ളത് അധികാരത്തിന്റെ തുടർച്ച എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ്. ഞാൻ ഇന്ന് കുറെ ആളുകളെ പോയി കണ്ടിരുന്നു. 5-8 നിരപരാധികൾ വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ രാവിലെ തട്ടുംപുറത്ത് ഉൾപ്പെടെ പോലീസ് കയറി കുട്ടികളുടെ മുമ്പിൽ വലിച്ചഴിച്ചു കൊണ്ടുപോവാ ഒരു കള്ള കേസിൽ പ്രതിയാക്കിയിട്ട്. നിങ്ങൾ ഇനി എന്റെ രാഷ്ട്രീയം വിട്ടോ നിങ്ങളുടെ രാഷ്ട്രീയം വിട്ടോ സാമാന്യ യുക്തി എന്നെ കേൾക്കുന്ന CPM സഹപ്രവർത്തകർ ഉൾപ്പെടെ ആലോചിക്കേണ്ടത് സാമാന്യ യുക്തി അനുസരിച്ച് 10-ാം തീയതി ഒരു സമരരംഗത്ത് ഒരു ബോംബിന്റെ ബ്ലാസ്റ്റ് ഉണ്ടായാൽ അത് പോലീസ് ശ്രദ്ധിക്കാതിരിക്കുവോ? പോലീസ് അത് റിപ്പോർട്ട് ചെയ്യാതിരിക്കുവോ? പോലീസ് അതിനെപ്പറ്റി അന്വേഷിക്കാതിരിക്കുവോ? മാധ്യമങ്ങൾ അത് കാണാതിരിക്കുവോ? കേൾക്കാതിരിക്കുവോ? CPM-ന്റെ അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തകർ അത് ശ്രദ്ധിക്കാതിരിക്കുവോ? ആ നാട്ടിലെ ജനങ്ങൾ അത് കാണാതിരിക്കുവോ? UDF-ന്റെ പ്രവർത്തകർ അത് ശ്രദ്ധിക്കാതിരിക്കുവോ? നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഒരു സമരരംഗത്ത് ഒരു ബോംബിന്റെ ബ്ലാസ്റ്റ് ഉണ്ടായാൽ അവിടെ 2 DYSP-മാർ, നിരവധി CI-മാർ ഉൾപ്പെടെയുള്ള ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന പോലീസിന്റെ സാന്നിധ്യത്തിൽ ഒരാൾക്ക് പോലും അത് കാണാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ, ഒരാള് പോലും അത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ, ഒരാള് പോലും അതിനെ സംബന്ധിച്ച് FIR-ൽ എഴുതിയിട്ടില്ല എന്ന് പറയുമ്പോൾ, അവിടെ ഗ്രനേഡ് അല്ലാതെ പോലീസിന്റെ ഒരു വസ്തുവും പൊട്ടിയിട്ടില്ല എന്ന് 10-ാം തീയതി FIR ഇട്ട പോലീസ് 10-ഉം 11-ഉം 12-ഉം കഴിഞ്ഞ് 13-ാം തീയതി വൈകുന്നേരം അവിടെ UDF ബോംബെറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്നെ ഉൾപ്പെടെ അതിൽ പ്രതി ചേർക്കാൻ ശ്രമിച്ചിട്ട് കുറെ നിരപരാധികളെ നിങ്ങൾ ജയിലിൽ കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ പ്രതിഷേധങ്ങളെ ഇല്ലാതാക്കാൻ ഒരു ശ്രമം നിങ്ങൾ നടത്തി. അവർക്ക് ജാമ്യം കൊടുക്കുമ്പോൾ കോടതി പറഞ്ഞ കാര്യം എടച്ചേരിയിലെ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ തെരഞ്ഞെടുത്ത ഒരു എളിയ ജനപ്രതിനിധി എന്ന നിലക്ക് പറയേണ്ട ഉത്തരവാദിത്വം എനിക്കുള്ളത് കൊണ്ട് ഞാൻ വായിക്കുന്നു. ഫ്രം ദ ഫാക്ട്സ് റിവീൽഡ് ഫ്രം ദ കേസ് ഡയറി, പോലീസ് കൊടുത്ത കേസ് ഡയറിയിൽ നിന്ന് മനസ്സിലാക്കിയ വസ്തുതകൾ പരിശോധിച്ച്, പർട്ടിക്കുലർലി FI സ്റ്റേറ്റ്മെന്റ്, നിങ്ങൾ കൊടുത്ത ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് തിരിച്ചറിഞ്ഞ് it is prima facie found that the subsequent crime was registered only to cover the negligence of the police in handling the grenade. കോടതിയുടെ ഉത്തരവിൽ ജാമ്യം കൊടുത്തതിൽ പറഞ്ഞിരിക്കുന്നത് പോലീസിന്റെ കേസ് ഡയറി പരിശോധിച്ച്, നിങ്ങളുടെ ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ച്, അതിൽ നിന്ന് മനസ്സിലാക്കിയ വസ്തുതകൾ വെച്ച് അപഗ്രഥിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ രണ്ടാമതുണ്ടാക്കിയ ബോംബ് കഥ, ബോംബ് കേസ്, ഗ്രനേഡ് എറിഞ്ഞപ്പം നിങ്ങൾക്ക് പറ്റിയ വീഴ്ചയെ മറച്ചു വെക്കാനുണ്ടാക്കിയ കഥയാണ് എന്ന് ഇന്നാട്ടിലെ കോടതി പറഞ്ഞിരിക്കുന്നത്. എന്റെ പൊന്നു ഷാഫി, നിങ്ങൾക്ക് ഭയമില്ലേ? TP-യെ വെട്ടി വീഴ്ത്തിയ മണ്ണാണ് വടകര. ഒഞ്ചിയത്തെ മണ്ണിലിട്ടുകൊണ്ടാണ് TP-യെ വെട്ടി വീഴ്ത്തിയത്. ആ മണ്ണില് ഇത്ര ധൈര്യത്തോടെ എങ്ങനെ മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കുന്നു? ഇങ്ങനെ സംസാരിക്കാൻ എങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നു? ഈ പറയുന്ന ക്രിമിനൽ സംഘത്തിന്റെ ഗൂഢാലോചനകൾക്കെതിരെ പോരാടാൻ എങ്ങനെ നിങ്ങൾക്ക് സാധിക്കുന്നു? എനിക്കറിയാം. നിങ്ങൾക്ക് ആത്മവീര്യം നൽകുന്നത്, നിങ്ങൾക്ക് ആത്മധൈര്യം നൽകുന്നത്, നിങ്ങളുടെ പിൻബലം എന്ന് പറയുന്നത് അത് വടകരയിലെ ജനങ്ങളാണ്, വടകരയിലെ പ്രവർത്തകരാണ്, വടകരയിലെ പൊതുസമൂഹമാണ് എന്നുള്ളത് എനിക്കറിയാം. നിങ്ങൾ സൂക്ഷിക്കണം. കാരണം വടകരയിലെ തോൽവി, ആ തോൽവിക്ക് മുന്നേ വടകരയിൽ നിങ്ങൾ വന്നിറങ്ങിയ ദിവസം, പാലക്കാട് നിന്ന് നിങ്ങൾ വണ്ടി കയറി വടകരയിൽ വന്നിറങ്ങിയ ദിവസമുണ്ടല്ലോ, ആ ദിവസം മുതലേ നിങ്ങൾ ഇവരുടെ നോട്ടപ്പുള്ളിയാണ്, നിങ്ങൾ ഇവരുടെ ടാർഗറ്റാണ്. ഇവരുടെ ലക്ഷ്യങ്ങളിൽ ഒന്ന്, പരമപ്രധാനമായ ലക്ഷ്യങ്ങളിൽ ഒന്ന്, അത് ഷാഫി പറമ്പിൽ നിങ്ങളാണ്. നിങ്ങൾ സൂക്ഷിക്കണം. പക്ഷേ ഒരു കാര്യമുണ്ട്, എനിക്കറിയാമത്. നിങ്ങൾ സധൈര്യം ഇങ്ങനെ മുന്നേറുന്നുണ്ടെങ്കിൽ പാലക്കാടിന്റെ മണ്ണില്, വടകരയുടെ മണ്ണില് ഈ സധൈര്യം നിങ്ങൾ ഇങ്ങനെ മുന്നേറുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പിൻബലം നൽകുന്നത്, നിങ്ങൾക്ക് ആത്മധൈര്യം നൽകുന്നത് അത് വടകരയിലെ ജനങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അതിന് നിങ്ങൾ തിരിച്ചു കൊടുക്കുന്ന വടകരയുടെ ജനങ്ങൾക്ക് നിങ്ങൾ തിരിച്ചു നൽകുന്ന സ്നേഹം, നിങ്ങൾ നടത്തുന്ന ഇടപെടലുകൾ, നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ, അതൊക്കെ നിങ്ങളുടെ ആത്മധൈര്യത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമായി മാറുന്നുണ്ട് എന്നുള്ളതും എനിക്കറിയാം. പക്ഷേ നിങ്ങൾ സൂക്ഷിക്കണം എന്നുള്ളത് നിങ്ങളോട് ഒരു ജാഗ്രതയ്ക്ക് വേണ്ടി പറയുന്ന കാര്യമാണ്. കാരണം വടകരയുടെ മണ്ണ് TP-യുടെ രക്തം പുരണ്ട മണ്ണാണ്. വടകരയുടെ മണ്ണ്
TP-യുടെ രക്തം വീണ മണ്ണാണ് വടകരയുടെ മണ്ണ്. TP-യുടെ അമ്മയുടെ കണ്ണുനീര് വീണ മണ്ണാണ് വടകരയുടെ മണ്ണ്. KK രമയുടെ കണ്ണുനീര് വീണ മണ്ണാണ്. ആ മണ്ണിലിട്ടുകൊണ്ട് തന്നെയാണ് TP ചന്ദ്രശേഖരനെ കൊട്ടേഷൻ സംഘത്തെ പറഞ്ഞു വിട്ടുകൊണ്ട് ഈ പറയുന്ന ക്രിമിനൽ പാർട്ടി നേതാക്കളുടെ ഒത്താശയോട് കൂടി വെട്ടി വീഴ്ത്തിയത്. അപ്പോ അവിടെയൊക്കെ നിങ്ങൾ സധൈര്യം പ്രവർത്തിക്കുമ്പോൾ, നിങ്ങൾ വളരെ ഫ്രീ ആയിക്കൊണ്ട് യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ നിങ്ങൾ മുന്നോട്ട് നടന്നു നീങ്ങുന്നത് കാണുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ ഒരു പെടപെടപ്പുണ്ട്. കാരണം EP ജയരാജൻ ഈ പറയുന്ന പേരാമ്പ്രയിലെ സംഘർഷത്തിന് തൊട്ടു പിന്നാലെ EP ജയരാജൻ നടത്തിയ ഒരു കൊലവിളി പ്രസംഗമുണ്ട്. മൂക്കിന്റെ പാലമല്ലേ തകർത്തുള്ളൂ, ഇതിലും വലുത് സംഭവിക്കും, നോക്കിയും കണ്ടും നടന്നില്ലെങ്കിൽ എന്നാണ് EP ജയരാജൻ പറഞ്ഞത്. ആ EP ജയരാജൻ സഖാവായിട്ടല്ല കാര്യങ്ങൾ പറയുന്നത്. EP ജയരാജൻ RSSന്റെ ഏജന്റുകാരനാണ്, RSSലെ ഏജന്റാണ്, RSSലെ ഈ പറയുന്ന അംഗത്വമുള്ളവനാണ് EP ജയരാജൻ. അയാൾ പകൽ സഖാവാകും, രാത്രിയായാൽ സംഘിയാകും. മനസ്സിലായില്ലേ? ഇതേ EP ജയരാജൻ തന്നെയാണ് ഒഞ്ചിയത്തിന്റെ മണ്ണിൽ TPയെ വെട്ടി വീഴ്ത്തുന്നതിന് മുമ്പ് ഒരു കൊലവിളി പ്രസംഗം നടത്തിയത്. ആ കൊലവിളി പ്രസംഗം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ TPയുടെ ചോര, TPയുടെ രക്തം ഈ ഒഞ്ചിയത്തിന്റെ മണ്ണിൽ വീണിട്ടുണ്ടെങ്കിൽ മിസ്റ്റർ ഷാഫി പറമ്പിൽ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഭയമില്ലേ എന്ന് ചോദിക്കുന്നത് നിങ്ങളെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. നിങ്ങളെ ഭയമില്ലേ എന്ന് ചോദിക്കുന്നത് നിങ്ങളെ പേടിപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ ജാഗ്രത കാണിക്കണം എന്ന് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു തോന്നൽ ഉണ്ടാവണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇപ്പോ പേരാമ്പ്രയിലെ ഈ പറയുന്ന സംഘർഷം തന്നെ നിങ്ങളൊന്ന് എടുത്തു നോക്കുക. പേരാമ്പ്രയിലെ കോളേജിൽ നടന്ന സ്റ്റുഡൻസ് യൂണിയൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവിടെ SFIയെ പരാജയപ്പെടുത്തി UDFന്റെ മക്കള് അവിടെ യൂണിയൻ തിരഞ്ഞെടുപ്പ് വിജയിച്ച് കയറിയിട്ട് അവരൊരു ആഹ്ലാദ പ്രകടനം പേരാമ്പ്രയുടെ മണ്ണിൽ നടത്തിയപ്പോൾ ആ ആഹ്ലാദ പ്രകടനത്തെ തടയിടാൻ പോലീസ് വന്നിട്ട് ഈ ആഹ്ലാദ പ്രകടനം ഇവിടെ നടത്താൻ പറ്റില്ല, നിങ്ങൾ പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ആ വിദ്യാർത്ഥികളെ അടിച്ചോടിച്ച പോലീസുകാർക്കെതിരെ പ്രതിഷേധമാണ്. പിറ്റേന്ന് അവിടെ ഒരു ഹർത്താൽ നടക്കുന്നു. ആ ഹർത്താൽ അവസാനിക്കുമ്പോൾ ഈ പോലീസുകാർക്കെതിരെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുന്നു. അതിനെ തടയാൻ വേണ്ടി DYFIയുടെ ഗുണ്ടകള്, ക്രിമിനൽ സംഘങ്ങള് മാരകായുധങ്ങളും ബോംബുകളുമായി അവിടെ എത്തുന്നു. എന്നിട്ട് ആ ബോംബ് പോലീസിന് കൈമാറിയിട്ട് കാക്കിയിട്ട DYFIയുടെ ഗുണ്ടകള് ആ ബോംബ് ഈ പറയുന്ന UDFന്റെ പ്രവർത്തകർക്ക് നേരെ എറിയുന്നു. ഷാഫി പറമ്പിൽ അവിടെയാണ് നിൽക്കുന്നത്, അങ്ങോട്ട് നോക്കി എറിയടാ എന്ന് ആക്രോശിച്ചുകൊണ്ട് ഷാഫി പറമ്പിൽ നേരെ എറിയുന്നു. സ്ഥലം MP ആയിട്ടുള്ള ഷാഫിയുടെ മൂക്കിന്റെ പാലം അടിച്ചു പൊട്ടിച്ചിട്ട് ഈ പറയുന്ന DYFIയുടെ ഗുണ്ടകൾ കൈമാറിയ സ്ഫോടക വസ്തുക്കൾ കാക്കിയിട്ട DYFIയുടെ ഗുണ്ടകൾ ഷാഫി പറമ്പിൽ നേരെ എറിഞ്ഞിട്ട് ഇതൊക്കെ അവസാനം വലിയ വിവാദങ്ങളും പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയരുമ്പോ അത് UDF പ്രവർത്തകന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് ഷാഫി പറമ്പിലിനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ട് UDFന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരുടെ വീടുകളിൽ നട്ടപ്പാതിരക്ക് കയറി ചെന്നുകൊണ്ട് ആ സ്ത്രീകളുടെയും കുട്ടികളുടെയും മുന്നിലിട്ട് ഈ പറയുന്ന പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത് വലിച്ചിഴച്ച് കൊണ്ടുപോയിട്ട് കോടതിയിലെത്തിയപ്പോൾ കാര്യങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ടു. കണ്ട ദൃശ്യങ്ങളിൽ നിന്ന് കോടതിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. ഈ പോലീസ് കാണിച്ചിരിക്കുന്ന നരനായാട്ട് ന്യായീകരിക്കാൻ വേണ്ടിയാണോ ഈ പാവങ്ങളുടെ തലയിലേക്ക് നിങ്ങൾ ഇത് കെട്ടിവെക്കുന്നത് എന്ന് കോടതി ചോദിക്കുമ്പോ ഈ പറയുന്ന പേരാമ്പ്രയിലെ ഈ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് പറയുന്നത് LDFന്റെ കൺവീനറായിട്ടുള്ള പേരാമ്പ്രയിലെ MLA ആയിട്ടുള്ള TP രാമകൃഷ്ണനാണ്. സഖാക്കളാണ്, DYFയുടെ ക്രിമിനൽ ഗുണ്ടകളാണ്, DYFയുടെ കൊട്ടേഷൻ സംഘങ്ങളാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോ അത് ടാർഗറ്റ് ചെയ്തത് ഷാഫി പറമ്പിലിനെ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും നിങ്ങൾക്കാർക്കും വേണ്ട. കാരണം ഷാഫി ഇവരെ അത്രയധികം വേദനിപ്പിച്ചിട്ടുണ്ട്, ഷാഫി ഇവരെ അത്രയധികം മുറിവേൽപ്പിച്ചിട്ടുണ്ട്, ഇവരുടെ KK ശൈലജയുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്. വടകരയിലെ പേരാമ്പ്രയിലെയും കൊയിലാണ്ടിയിലെയും വടകരയിലെയും കുറ്റ്യാടിയിലെയും നാദാപുരത്തെയും കൂത്തുപറമ്പിലെയും തലശ്ശേരിയിലെയും ഒക്കെ ഇവരുടെ കോട്ടകളിൽ വിള്ളൽ ഷാഫി വീഴ്ത്തിയിട്ടുണ്ട്. അങ്ങനത്തെ ഷാഫിയെ ടാർഗറ്റ് ചെയ്യുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അതല്ലെങ്കിലും ഇവരുടെ ശീലം അങ്ങനെയാണ്, ഇവരുടെ പ്രവർത്തന ശൈലി അങ്ങനെയാണ്, ഇവർ കാലങ്ങളായിട്ട് പിന്തുടരുന്ന പാത അതാണ്.
ഇവർ പാർട്ടിയെ കെട്ടിപ്പടുത്തിയത് ഇത്തരത്തിൽ രാഷ്ട്രീയ എതിരാളികളെ വെട്ടിവീഴ്ത്തിക്കൊണ്ട് തന്നെയാണ്. അത് കണ്ണൂരിന്റെ ഈ പറയുന്ന പ്രദേശങ്ങളിലും ഈ വടകരയുടെ പ്രദേശങ്ങളിലും ഒക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് തന്നെയാണ്, അക്രമ രാഷ്ട്രീയത്തിലൂടെ തന്നെയാണ് പാർട്ടിയെ കെട്ടിപ്പടുത്തത്. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു പാനൂരിൽ എന്താ, ബോംബുണ്ടാക്കാൻ പാർട്ടി നിർദ്ദേശിക്കുന്നു, പാർട്ടി പ്രവർത്തകനെ അതിന് പ്രോത്സാഹിപ്പിക്കുന്നു, എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുക്കുന്നു. ആ പാർട്ടി പ്രവർത്തകൻ ബോംബ് ഉണ്ടാക്കുന്നതിനിടയിൽ ആ സ്ഫോടക വസ്തുക്കൾ അബദ്ധത്തിൽ വീണ് പൊട്ടുന്നു, പാർട്ടി പ്രവർത്തകന്റെ ജീവൻ നഷ്ടമാകുന്നു. അങ്ങനെ ബോംബ് ഉണ്ടാക്കുന്നതിൽ നിർമ്മിക്കുന്നതിനിടയിൽ ബോംബ് പെട്ടി കൊല്ലപ്പെട്ട ഈ പാർട്ടി പ്രവർത്തകനെ കഴിഞ്ഞ ദിവസം രക്തസാക്ഷിയാക്കി പ്രഖ്യാപിക്കുകയാണ്. എന്നാലോ ഈ ഷാഫി പറമ്പിലിന്റെ എതിർ സ്ഥാനാർത്ഥിയായി ഷാഫിയോട് തുന്നം പാറിയ കെ ശൈലജയോട് ഈ പ്രവർത്തകൻ കൊല്ലപ്പെട്ടപ്പോ, ബോംബ് പൊട്ടി കൊല്ലപ്പെട്ടപ്പോ അന്ന് മാധ്യമങ്ങൾ ചോദിച്ചു, നിങ്ങളുടെ കൂടെയുള്ള ഫോട്ടോകളൊക്കെ ചിത്രങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ, എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? അപ്പൊ കെ ശൈലജ പറഞ്ഞു, ഞാൻ മന്ത്രിയായ വ്യക്തിയാണ്, എന്റെ കൂടെ അങ്ങനെ പലരും ഫോട്ടോ എടുക്കും, അതെല്ലാം പാർട്ടി പ്രവർത്തകരല്ല എന്ന്. കൊല്ലപ്പെട്ട പ്രവർത്തകൻ പാർട്ടി പ്രവർത്തകനല്ല എന്നാണ് കെ ശൈലജ പറഞ്ഞത്. പക്ഷേ കൊല്ലപ്പെട്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ, മാസങ്ങൾ കഴിയുമ്പോൾ രക്തസാക്ഷിയാവുന്നു. ഈ മരിച്ച് അടക്കാൻ കൊണ്ടുപോകുന്ന സമയത്താണ് പാർട്ടിയുടെ മെമ്പർഷിപ്പ് നൽകിയത് എന്നാണ് ഇപ്പോ ഈ പറയുന്ന കെ ശൈലജ പറയുന്നത്. ഇതാണ് ഇവരുടെ രാഷ്ട്രീയ പ്രവർത്തനം. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഷാഫിയോട് ചോദിച്ചത്, എന്തേ നിങ്ങൾക്ക് ഭയമില്ലേ എന്ന്. നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ എന്തിനാണ് മാരകായുധങ്ങൾ? നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ എന്തിനാണ് ബോംബുണ്ടാക്കുന്നത്? ഒരു പാർട്ടി അവരുടെ കോട്ടയാണ്, ഞങ്ങളുടെ ചെങ്കോട്ടയാണ്, ഞങ്ങളുടെ ഈറ്റില്ലമാണ് എന്നൊക്കെ അഹങ്കരിക്കുന്ന അവരുടെ കണ്ണൂരിലെ ഒരു പ്രദേശത്ത്, അവരുടെ പാർട്ടി ഗ്രാമമാണെന്ന് അവർ പറയുന്ന പ്രദേശത്ത് ഇവർക്ക് എന്തിനാണ് ബോംബുകൾ? അത് പാർട്ടി ഗ്രാമമാണെങ്കിൽ അവിടെ എന്തിനാണ് നിങ്ങൾക്ക് ബോംബുകൾ? ഒരു പൊതുപ്രവർത്തനം നടത്താൻ, രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ എന്തിനാണ് നിങ്ങൾക്ക് മാരകായുധങ്ങൾ? എന്ന് പറഞ്ഞാൽ ഷാഫിയെ പോലെയുള്ള രാഷ്ട്രീയ എതിരാളികളെ വീഴ്ത്തണമെങ്കിൽ അതിന് മാരകായുധങ്ങൾ വേണം, അതിന് കൊട്ടേഷൻ സംഘങ്ങൾ വേണം. പാർട്ടിയിൽ കൊട്ടേഷൻ സംഘങ്ങൾക്ക് സ്ഥാനമുണ്ട്, പാർട്ടിയിൽ ക്രിമിനൽ സംഘങ്ങൾക്ക് സ്ഥാനമുണ്ട്, പാർട്ടിയിൽ ഗുണ്ടകൾക്ക് സ്ഥാനമുണ്ട്. ഇവരൊക്കെ പാർട്ടിയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ക്രിമിനൽ ഗുണ്ട സംഘങ്ങളുടെ ഒരു കൂട്ടമാണ് ഈ പാർട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഷാഫിയോട് ആദ്യമേ ചോദിച്ചത്, മിസ്റ്റർ ഷാഫി നിങ്ങൾക്ക് ഭയമില്ലേ എന്ന്. കാരണം നിങ്ങളെപ്പോലെ തന്നെ ഒഞ്ചിയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഈ പറയുന്ന ആ TPA. ഇവര് വെട്ടിവീഴ്ത്തിയത് എങ്ങനെയാ? രാത്രി ഏറെ വൈകി തന്റെ മോട്ടോർ സൈക്കിളിൽ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന TPA ഈ ഗുണ്ടാ സംഘങ്ങൾ, ഈ കൊട്ടേഷൻ സംഘങ്ങൾ നേരെ പോയിട്ട് ആദ്യം ബോംബിട്ട് താഴെ വീഴ്ത്തുന്നു. ആ താഴെ വീണ് കിടക്കുന്ന TPA 51 വെട്ടാണ് വെട്ടിയത്. TPയുടെ ശരീരത്തിൽ, മൃതശരീരത്തിൽ ഉണ്ടായിരുന്നത് 51 വെട്ടുകളുടെ പാടാണ്. മുഖമാകെ വികൃതമാക്കിയിരുന്നു. TPയുടെ അമ്മക്ക്, കാഴ്ചയില്ലാത്ത അമ്മക്ക്, കാഴ്ച മങ്ങി തുടങ്ങിയ അമ്മക്ക് തപ്പി നോക്കിയിട്ട് ഇതെന്റെ മകനല്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥയുണ്ടായി. കാരണം ഇങ്ങനെ തടവി നോക്കിയിട്ട് ആ അമ്മക്ക് ആ മകന്റെ മുഖം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല, അത്രമാത്രം വികൃതമാക്കപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഷാഫിയോട് ആദ്യമേ ചോദിച്ചത്, നിങ്ങൾക്ക് ഭയമില്ലേ എന്ന്. ഒരു കാര്യം എനിക്കറിയാം, വടകരയിലെ ജനങ്ങള് അവർ തന്നെയാണ് നിങ്ങളുടെ ധൈര്യം, അവർ തന്നെയാണ് നിങ്ങളുടെ പിൻബലം, അവർ തന്നെയാണ് നിങ്ങളുടെ കരുത്ത് എന്നുള്ളതറിയാം. അവർ നിങ്ങളെ സംരക്ഷിക്കുമെന്നുള്ളതും നിങ്ങൾക്ക് ബോധ്യമുണ്ട്. പക്ഷേ നിങ്ങൾ സൂക്ഷിക്കണം, ജാഗ്രത കാണിക്കണം എന്ന് മാത്രമേ ഓർമ്മപ്പെടുത്താനുള്ളൂ.